ഹലോ, ലൈഫ് ടൈം ജംസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇതെന്താ സാധനം എന്നറിയാം എല്ലാവർക്കും. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക എന്താന്ന്. ഇതാണ് നമ്മളെ വാഴപ്പിണ്ടി കേട്ടോ. വാഴ കൊല വെട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊളിച്ചെടുക്കുന്ന ഒരു സാധനമാണിത്. ഇത് നമ്മളവിടെ കട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. കട്ടർ വയ്യപ്പോൾ കട്ട് ചെയ്യാനൊന്നും. അപ്പം കുറച്ചൊക്കെ ഞാൻ വട്ടത്തിൽ മുറിച്ചിട്ട് കൊടുത്ത്. ഇതിപ്പോൾ അമ്മ തന്നെയാണ് ചെയ്യുന്നത്. കുറച്ചൊക്കെ ഞാനും മുറിച്ചിട്ട് കൊടുത്ത്. അപ്പോൾ വരുന്ന ഈ നാരുകൾ അപ്പം എടുത്ത് കളഞ്ഞാൽ പിന്നെ നമ്മൾ കഴുകുമ്പോൾ അധികം നാരുണ്ടാവില്ല കേട്ടോ. ഇനി ഇതിനെ നല്ല പൊടിയായിട്ട് അരിയാൻ. ഇനി ഇത് പൊടിയായിട്ട് അരിയാനൊരു വിദ്യയുണ്ട്. എങ്ങനെയാണെന്നറിയോ? ഇതിനെ ഈ വട്ടത്തിൽ മുറിച്ചിട്ട് നമ്മളൊരു ഡവറയിൽ എന്തെങ്കിലും ഇട്ടിട്ട് നല്ല വക്ക് മൂർച്ചയുള്ള ഗ്ലാസ് കൊണ്ട് കുത്തി കൊടുത്താൽ മതി. ഇത് പൊടിയായിട്ട് അരിഞ്ഞ് കിട്ടും കേട്ടോ. ഇത് നല്ലൊരു ഉപ്പേരിയാണ്. കാരണം ഇത് ഒറ്റയ്ക്കും ഇത് വാഴപ്പിണ്ടി മാത്രം വയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ മുളക് കുത്തി വറവിട്ടിട്ട് കുറച്ച് അരിമണിയും കൂടി വറുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ നല്ല രസമായിട്ട് അത് കടിക്കാൻ. പിന്നെ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ വെളുത്തുള്ളി മുളകൊക്കെ കുത്തി വറവിട്ടിട്ടാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ വേറെ രണ്ട് കാര്യങ്ങളും കൂടി ചേർക്കുന്നുണ്ട്. അത് പറഞ്ഞുതരാം. അപ്പോൾ അമ്മ അരി തന്നെയാണ്. കാരണം രാവിലെ തന്നെ എല്ലാം കൂടി ചെയ്യാൻ ഞങ്ങൾക്ക് നേരം ഉണ്ടാവില്ല. അപ്പോൾ ഈ കട്ടിങ്ങൊക്കെ അമ്മ ചെയ്യും. വയ്യെങ്കിൽ അവിടെ എടുക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഇതൊക്കെ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ലെങ്കിൽ അതിനൊരു കറ വരും. അപ്പോൾ വെള്ളത്തിലിട്ട് നമ്മൾ നന്നായിട്ട് കഴുകിയിട്ടൊരു നമ്മളെ പപ്പടം കാച്ചുന്ന കോലുണ്ടെങ്കിൽ അതുകൊണ്ടൊന്ന് ചുറ്റിയാൽ തന്നെ അതിൻ്റെ നാര് കിട്ടും കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാമെന്ന് പറഞ്ഞ സാധനം ഇതാണ്. ചെറുപയറും കുറച്ച് മുതിരയാണ്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് നേരം ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് കുക്കറിലേക്ക് അരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് ടേസ്റ്റ് എനിക്ക് തോന്നുന്ന ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് അതിൻ്റെ ചെറുപയറാണ്. ഞാൻ പിന്നെ മുതിര ഇപ്പം നല്ലതാണല്ലോ തണുപ്പത്ത് എന്ന് വെച്ച് കുറച്ച് മുതിരയും കൂടി ചേർത്ത് കൊടുത്തതാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേഗം വയ്ക്കാം. വാഴപ്പിണ്ടിയിൽ നിന്ന് വെള്ളം വരും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഇതിൽ ഒഴിച്ചാൽ മതി. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ശരിക്കും ഈ കിഡ്നി പേഷ്യൻസിന് പിന്നെ മൂത്രത്തിൽ കല്ലില്ലേ, സ്റ്റോണിൻ്റെ, അതിനൊക്കെ നല്ലതാട്ടോ. ഇതിൻ്റെ നീര് പിഴിഞ്ഞ് കുടിക്കുന്നത് തടി കുറയാനൊക്കെ നല്ലതാണ്, മെലിയാനൊക്കെ. അപ്പം നമ്മളെ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വാഴപ്പിണ്ടിയും പയറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വറവിടാൻ വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുകും കൂടി ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയാൽ അതിലേക്ക് വെളുത്തുള്ളി ചുവന്നുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കണം. അത് നന്നായിട്ടൊരു ബ്രൗൺ കളറാവുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കാരണം ആ ബ്രൗൺ കളറാവുമ്പോഴാണ് അതിൻ്റെ ഒരു മണം വരിക കേട്ടോ. അപ്പോൾ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് രണ്ട് വിധത്തിൽ വെക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ ഒതുക്കിയിട്ടിട്ട് വെക്കുക കേട്ടോ. തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, ഒരിത്തിരി ജീരകം, ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ടിട്ട് ഇങ്ങനെ വറവിൽ വേവിക്കുക. ഇതിടുന്നതിന് പകരം നമ്മൾ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ മുളക് പൊടീൻ്റെ ഒരു സ്മെല്ലൊന്ന് മാറി വരട്ടെ. അതുവരെ നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് വെന്ത ഉപ്പേരി ചേർത്ത് കൊടുക്കാം. വാഴപ്പിണ്ടിയും മുതിരയും ചെറുപയറൊക്കെ കൂടി ഉള്ളത് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ. കുറച്ച് നേരം എന്നാലേ അതിലേക്ക് ആ എരിവൊക്കെ പിടിച്ച് കിട്ടും. അപ്പോൾ ഇനി ഉപ്പ് കുറവാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ കറിവേപ്പില ഇതിൻ്റെ കൂടെ ഇടാൻ മറന്നുപോയി. അപ്പോൾ രണ്ട് കറിവേപ്പില ഇതിലിട്ട് വറവിലിടാൻ മറന്നതാണ്. നമ്മൾ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഇത് കൂട്ടി ചോറൊക്കെ കഴിക്കട്ടെ കേട്ടോ. ഇന്ന് പരിപ്പും തക്കാളി മുളകിട്ടതായിരുന്നു ഞങ്ങൾക്ക് കറി. അതും ഉപ്പേരിയും പപ്പടമൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ചോറൊക്കെ കഴിച്ചിട്ട് വരാം. നിങ്ങളിത് കണ്ടിട്ട് ഉണ്ടാക്കിയൊക്കെ നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. ഓക്കേ. അപ്പം എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. ബൈ.